സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന പോലെ ഉള്ള എല്ലാ പ്രതിസന്ധികളും ഒന്നും ഒരു മനുഷ്യന് ഉണ്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, എന്നാലും എല്ലാം കൂടെ ഒന്നും വരികയില്ല. ഇത് ഒരാൾക്ക് വരുന്നതിനെ കുറിച്ചല്ല, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്നെയും നിന്നെയും ഒക്കെ അലട്ടിയേക്കാം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ പരിഹസിപ്പിക്കപ്പെടാം, ചിലർക്ക് ആക്രമിക്കപ്പെടാം. ഇങ്ങനെ എല്ലാം കൂടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളോടെ ഒരു മനുഷ്യനെ വരുന്നാൽ ചിലപ്പോൾ അവൻ തകർന്നു പോയെന്ന് വരും, അല്ലേ? എങ്കിലും ഇതെല്ലാം വന്നാലും നിന്റെ തലമുടിക്ക് പോലും ഒരു കോട്ടം പറ്റിയാലെന്നാ പറഞ്ഞത്. ഒരു തലമുടി പോയെന്ന് ഓർത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായല്ലേ. പക്ഷെ കർത്താവ് പറയാണ്, നിന്റെ തലമുടിക്ക് പോലും ഒരു കോട്ടം പറ്റിയല്ല. അത്രയ്ക്ക് മാത്രം ഒരു ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. വിപരീതങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കും. പക്ഷെ ഓർക്കുക, നിന്റെ തലമുടിക്ക് പോലും പ്രശ്നം വരികയല്ലെന്ന് പറഞ്ഞൊരു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. അതിനായിട്ട് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.